ഹായ് ഹലോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അഴീക്കോട് പോയതിൻ്റെ ഒരു ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോയാണ്. ഞങ്ങൾ അഴീക്കോട് പോയത് എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭിന്നശേഷി കുട്ടികൾക്കും അതേപോലെ ക്യാൻസർ ഹോമിലൊക്കെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഭിന്നശേഷി കുട്ടികൾക്ക് വീൽ ചെയറുകൾ, ഡയപ്പേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഴീക്കോട് സ്കൂളിൽ വെച്ചിട്ട്, ഗവൺമെൻറ് സ്കൂളിൽ വെച്ചിട്ട് അവിടെ ഭിന്നശേഷി കുട്ടികളുടെ ക്യാമ്പ് ഉണ്ടായിരുന്നു 2 ദിവസത്തെ. അപ്പോൾ അവിടത്തേക്കുള്ള 2 ഉച്ചഭക്ഷണം നമ്മളാണ് 2 ദിവസം കൊടുത്തത്. അപ്പോൾ സ്റ്റേ ഒക്കെ ആയിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ നമ്മളൊരു ലാസ്റ്റത്തെ ദിവസം നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവസാനത്തെ സമ്മേളനത്തിനായിട്ട്. അപ്പോൾ നമ്മളവിടെ ചെന്ന് നമ്മളൊരു 3:30 ആയിരുന്നു കേട്ടോ പ്രോഗ്രാം. നമ്മളൊരു 3:30 ആയപ്പോഴത്തേക്ക് എത്തി. പക്ഷെ അപ്പോഴും അവിടെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കായിരുന്നു കേട്ടോ. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, ഒരുപാട് തരത്തിലുള്ള കുട്ടികളുണ്ടായിരുന്നു, പല പ്രായക്കാരുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾ നല്ല ആക്റ്റീവാണ് കേട്ടോ. പാട്ട് പാടാനും കുറേ കുട്ടികൾ കഥ പറയാനും അതേപോലെ ആക്ഷൻ കാണിക്കാനും എല്ലാമായിട്ട് ഡാൻസ് കളിക്കാനൊക്കെ രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതേപോലെ തന്നെയാട്ടോ അവരുടെ പാരൻസും നല്ല അടിപൊളിയാണ്. കാരണം കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാണ് അവർ. അതേപോലെ BRC ടീച്ചർമാരാണെങ്കിലും മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ സ്റ്റേജിലേക്ക്. ഒരു കുട്ടികൾക്കും മടിയില്ല കേട്ടോ ചെയ്യാനായിട്ട്. എല്ലാവരും ഇൻട്രസ്റ്റോടെ കേട്ടോ സ്റ്റേജിലും കാര്യങ്ങളൊക്കെ കയറിയത്. ഞാൻ പറയാമെന്നും പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാം ഒന്നും കാണാൻ പറ്റിയില്ല. ഞങ്ങളൊരു 3:30 ആയപ്പോഴത്തേക്കും ആയിരുന്നല്ലോ എത്തിയത്. രാവിലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നതായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വൈകുന്നേരം എത്തിക്കഴിഞ്ഞപ്പോഴുള്ള പ്രോഗ്രാംസേ കണ്ടുള്ളൂ കേട്ടോ. അതേപോലെ അവിടെ നമ്മുടെ അവിടുത്തെ MLA അതേപോലെ വാർഡ് മെമ്പറും കാര്യങ്ങളും എല്ലാവരൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ആർട്ടിസ്റ്റ് ഡാവിഞ്ചി സുരേഷ് സാറും അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഈസ നമ്മുടെ സുരേഷ് സാറിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജിയോ മച്ചാനെ. M4 എപ്പോഴും കാണും. അപ്പോൾ അതിൽ ജിയോ മച്ചാൻ്റെ വീഡിയോയിൽ ഈ സുരേഷ് സാറ് വന്നിട്ടുണ്ടല്ലോ ഒരു ആർട്ടൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അത് കണ്ടിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഈസ ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ സ്റ്റേജിൽ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇതേ സുരേഷ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അവന് മനസ്സിലായി ആരാണെന്ന്. അപ്പോൾ പുള്ളിക്കാരനെ നിർത്തി ഫോട്ടോയൊക്കെ ഇടിപ്പിച്ചിട്ടോ ഈസാൻ്റെ ഒപ്പം. ഈസാക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. വീട്ടിൽ വന്നിട്ടും സുരേഷ് സാറിൻ്റെ വീഡിയോ ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 5:30 സമയമായപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി നേരെ തൊട്ടടുത്തായിരുന്നു കേട്ടോ. 8 കിലോമീറ്റർ എന്തോ ഉണ്ടായുള്ളൂ അഴീക്കോട് ബീച്ചിലേക്ക് കേട്ടോ. അങ്ങനെ അങ്ങോട്ടും പോയി. അവിടെ എത്തിയപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ കാർണിവലിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് തൊട്ടിയാട്ടം അതേപോലെ കുറച്ച് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൊട്ടിയാട്ടത്തിൽ ഞാൻ കയറിയില്ല. ഇക്കാക്കയും അതേപോലെ പെങ്ങളും ഹസ്ബൻഡും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒപ്പം. അപ്പോൾ അവർ കയറി. ഞാൻ ഈസാനെ താഴത്ത് കളിപ്പിച്ചൊക്കെ ഇങ്ങനെ നിന്നിട്ട് അവന് വെള്ളത്തിൽ കയറുന്ന ഇങ്ങനെ വണ്ടിയിലൊക്കെ കയറണമെന്ന് പറഞ്ഞിട്ട് അവർ കളിപ്പിച്ചുകൊണ്ട് നിന്ന്. ഞാൻ കയറിയിട്ടുണ്ട് ഇതിന് മുമ്പ് 2 തവണ മണപ്പുറത്ത്. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിട്ടോ. കാരണം നമ്മളിങ്ങനെ മേളിലെത്തുമ്പോഴത്തേക്കും പറന്ന് പോകുന്നൊരു ഫീലാണ്. പിന്നെ താഴത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഒരു ഫീലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ തലവേദന എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കയറിയില്ല കേട്ടോ. 2 തവണ കയറിയിട്ടുള്ളതല്ലേ. പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് നല്ലൊരു വൈബ് കിട്ടും. കാരണം നല്ല ബീച്ച് ഇങ്ങനെ ഫുള്ളായിട്ട് കാണാനൊരു പ്രത്യേക ഭംഗിയാണല്ലോ. അപ്പോൾ ആ ഒരു രസവും ആ ഒരു സീനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആയിരുന്നു ബീച്ചിൻ്റെ മുകളിലുള്ള ഒരു റൈഡ് എന്ന് പറയുമ്പോൾ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പെങ്ങളുടെ മോന് വഞ്ചിയിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അളിയനും പെങ്ങളുടെ മോനും കൂടി വഞ്ചിയിലൊക്കെ കയറിയിട്ട് അവൻ അതിലും കയറണം എന്ന് പറഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞ് അവൻ എന്നാലും അവസാനം ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആൾ കയറി. അത് കഴിഞ്ഞ് നമ്മളവിടെ ഉപ്പിലിട്ടതും പൈനാപ്പിളും കാര്യങ്ങളൊക്കെ നെല്ലിക്കാപ്പുളിയൊക്കെ ഇപ്പോൾ നെല്ലിക്കാപ്പുളിയുടെ സീസണാണല്ലോ. അങ്ങനെ നെല്ലിക്കാപ്പുളിയൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ നടന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളവിടെ കുഞ്ഞിങ്ങനെ ബലൂൺ പൊട്ടിക്കണ ഗെയിംസും അതേപോലെ റിങ് എറിയുന്ന ഗെയിംസിലൊക്കെ കളിച്ചിട്ട് അതിനൊന്നും വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതേപോലെ ഈസാക്ക് ഒരു കാറിൽ കയറണം എന്ന് പറഞ്ഞിട്ടൊരു കാറിൻ്റെ റൈഡിലൊക്കെ കയറി കേട്ടോ. അത് കഴിഞ്ഞ് ഒരു സന്ധ്യ ആയിട്ട് അപ്പോഴത്തേക്കും പിള്ളേർ പറഞ്ഞ് അവർക്ക് ബീച്ചിലേക്ക് പോകണം എന്ന് പറഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ് അങ്ങനെ ബീച്ചിലേക്ക് എത്തി. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സമാധാനത്തിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റിയിട്ട്. എല്ലായിടത്തും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബീച്ചിൽ കുറേ നേരം പിള്ളേർക്ക് വെള്ളത്തിലൊക്കെ കളിച്ച് കുറേ നേരം ഇരുട്ടായിരുന്നു. വന്നാലും കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ബീച്ചിലൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി രസം വൈകിട്ട് വരുമ്പോഴാട്ടോ വെള്ളത്തിൽ കളിക്കാനും കാര്യങ്ങളൊക്കെ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. നല്ല ബീച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അങ്ങനെ ഒരു 8 മണി വരെ നമ്മൾ അവിടെ പമ്മിയൊക്കെ നിന്ന് അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പം അന്ന് ബ്ലഡ് മൂൺ ഡേ ആയിരുന്നു. അപ്പോൾ ഇക്കാക്ക് എടുത്തൊരു മൂണിൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്നത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.